രചന അവതരണം സുഗി സുരേഷ്. ശാന്തേച്ചിയെ ഇന്നെങ്ങോട്ടാ? അബിക്കുഞ്ഞിനൊരു കല്യാണാലോചന, പെണ്ണിനെ ഒന്ന് കാണാൻ പോവാ. രാവിലെ തന്നെ അബിക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നി. ഈ അമ്മ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നേ? ഓഫീസിൽ ഇന്നത്തേക്ക് ലീവാക്കി വീട്ടുകാരോടും ഒരു ബ്രോക്കറോടും പിന്നെ കൂടെ ചങ്ക് ഫ്രണ്ടായ വിനുവിനെയും കൂട്ടിയാണ് അബി പെണ്ണ് കാണാൻ പോകുന്നത്. വിനു രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരു സാധാരണ ഡ്രസ്സും ഇട്ട് ഉമ്മറത്തിരുന്ന് ചെറു ചായ ഊതി ഊതി കുടിച്ച് പത്രം വായിച്ചങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. എടാ വിനു, നീ എന്താ ഈ കോലത്തില്? നീയല്ലേ പെണ്ണ് കാണാൻ പോന്ന അളിയാ? ഞാനല്ലല്ലോ. നീ വന്ന് വണ്ടി കയറ്. ചിരിച്ചും കളിച്ചും അവർ പതുക്കെ യാത്രയായി. വിനുവും അബിയും സമപ്രായക്കാരാണ്. രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് ജനനം, പഠിപ്പും ജോലിയും എല്ലാം ഒരേപോലെ തന്നെ, ഒരുമിച്ച് തന്നെയാണ്. കഥകളും വിശേഷങ്ങളും പറഞ്ഞ് അവർ പെൺകുട്ടിയുടെ വീടിന് മുന്നിലെത്തി. വരവേൽപ്പിനായി ഗേറ്റിന് മുന്നിൽ രണ്ട് അമ്മാവന്മാർ നിൽപ്പുണ്ടായിരുന്നു. വരൂ, അകത്തേക്കിരിക്കാം. വീടിനകത്തൊരു ചെറിയ ഹാളിൽ 4 കസേര ഇട്ടിട്ടുണ്ട്. വീട് കണ്ട സമയത്ത് തന്നെ അബിയുടെ അമ്മയുടെ മുഖം ചുളിഞ്ഞു. ഓടിട്ട പൊട്ടിപ്പൊളിഞ്ഞ ഒരു കുഞ്ഞു വീടായിരുന്നു അത്. ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? അമ്മയുടെ ചോദ്യത്തിന് പെട്ടെന്ന് ബ്രോക്കറാണ് മറുപടി പറഞ്ഞത്. ഇവിടെ അമ്മയും അച്ഛനും പിന്നെ അവർ 3 പെൺകുട്ടികളുമാണ്. മൂത്തവൾക്ക് വേണ്ടിയാണ് ഇപ്പൊ ഒരു കല്യാണം നോക്കുന്നത്. ശരി. അബി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ശാന്ത നല്ലൊരു സാമ്പത്തികം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അബിക്ക് വിവാഹം ആലോചിച്ചു തുടങ്ങിയത്. പെണ്ണിന്റെ അമ്മാവന്മാരിൽ ഒരാൾ എല്ലാരെയും ഒരുപോലെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തരെ കാണുമ്പോഴും ശാന്തയുടെ മുഖത്ത് ഒരു ദയനീയ ഭാവമായിരുന്നു. എടാ അബി, ഇത് ശരിയാവില്ല കേട്ടോ, ശാന്ത അവന്റെ ചെവിയിൽ പറഞ്ഞു. കുറച്ചു സമയം അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ ഇരുന്നു. എടിയവള് റെഡിയായില്ലേ? കൂട്ടത്തിലെ ഒരു അമ്മാവൻ അകത്തേക്ക് കയറിപ്പോയി. 6 കപ്പ് ഗ്ലാസ്സിൽ ചായയുമായിട്ടൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എങ്കിലും ഒരു ആനച്ചന്തമുണ്ട്. പിന്നെ മുടിയഴക് മുട്ടിന് താഴെ വരെയും. ആദ്യത്തെ ചായ അവൾ അബിക്ക് കൊടുത്തു. പിന്നെ ശാന്തയ്ക്കും, ബാക്കിയുള്ളത് വിനുവിനും അമ്മാവന്മാർക്കും കൊടുത്തു. ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ. വിനു ഒരു ചെറു പുഞ്ചിരിയോടെ സദസ്സിൽ പറഞ്ഞു. എന്താ പേര്? അബി ചോദിച്ചു. നിഹാരിക. കൂട്ടത്തിലുള്ള ഇളയ പെൺകുട്ടിയാണ് മറുപടി പറഞ്ഞത്. അയ്യോ, കുട്ടിയുടെ അല്ല, ചേച്ചിയുടെ പേരാണ് അവൻ ചോദിച്ചത്. അതെ നിഹാരിക, എൻ്റെ പേര് ശാരിക. ഓക്കെ. എവിടെയാ പഠിച്ചത്? ചേച്ചി BA ആയിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കോളേജ്. ഇതെന്താ നിഹാരിക ഒന്നും സംസാരിക്കാതെ? ഞങ്ങളോട് എന്തെങ്കിലും ഇഷ്ടക്കുറവോ അങ്ങനെ വല്ലതും ഉണ്ടോ? പെട്ടെന്നെല്ലാവരും ഒരു ഞെട്ടൽ പോലെ പരസ്പരം നോക്കിയിട്ട് ശാരിക അതിന് മറുപടി പറഞ്ഞു. ചേട്ടാ, ചേച്ചി അങ്ങനെ സംസാരിക്കാറില്ല. ചേച്ചി ജന്മന അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ശാന്ത ബ്രോക്കറെ ഒന്ന് തീക്ഷ്ണമായിട്ട് നോക്കി. താനെന്താടോ, ഞങ്ങളെ പറ്റിക്കാൻ കൊണ്ടുവന്നതാണോ? അയാളുടെ മുഖത്ത് നോക്കി ഒരാട്ടാട്ടിയിട്ട് ശാന്ത പടിയിറങ്ങി. കൂടെ അബിയും. വിനു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുട്ടി സംസാരിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ രണ്ടുപേരും കാറിൽ കയറി വിനു വരുന്നവരെ കാത്തുനിന്നു. ബ്രോക്കറെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ യാത്രയായത്. കാറിലിരിക്കുന്ന ശാന്തയ്ക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തുന്നവരെ ആ ഒരു ബ്രോക്കറെയും വീട്ടുകാരെയും എല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം വിനു കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത്. എടാ ബി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുവോ? എന്താടാ കാര്യം? എന്തായാലും നീ പറ. ഡാ, നമ്മളന്ന് പോയി കണ്ട കൊച്ചില്ലേ നിഹാരിക, അതിന്റെ കാര്യമൊന്നും പറയണ്ട. അമ്മ സമ്മതിക്കില്ലടാ. അമ്മയ്ക്ക് ആ ബ്രോക്കറോടുള്ള ദേഷ്യം പോലും ഇതുവരെ മാറിയിട്ടില്ല. എടാ അതല്ല, ഞാൻ ആ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചോട്ടെ. എനിക്കൊരുപാട് ഇഷ്ടമായി അവളെ. പിന്നെ നീയുമായിട്ട് പോയി കണ്ട ഒരാളല്ലേ, അതുകൊണ്ട് തന്നെ നിന്നോട് ചോദിക്കണമല്ലോ. എടാ, അത് തന്നെ വേണോ നിനക്ക്? നിനക്ക് അതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ലേ? അബി, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായടാ. എടാ, നിനക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് നോക്കാം. എന്തിനും നിന്റെ കൂടെ ഞാനില്ലേ? നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ. അബിയുടെ വാക്കുകൾ വിനുവിന് ഇരട്ടി മധുരം പകരുന്ന ഒന്ന് തന്നെയായിരുന്നു. വിനു നിഹാരികയുടെ വീട്ടുകാരുമായി പതിയെ കാര്യങ്ങൾ സംസാരിച്ചു. അവർക്ക് അവനിൽ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പെണ്ണുകാണൽ എന്ന പോലെ അവന്റെ മനസ്സ് അവൾക്കായി തുറന്നു കൊടുത്തു. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല എങ്കിലും ശബ്ദമില്ലാത്ത അവളുടെ വാക്കുകൾ വിനു പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവളെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു.